സോ രജനി ഈസ് ബാക്ക്. എല്ലാവരും പറഞ്ഞു രജനി ഈസ് ബാക്ക്. റിയലി രജനി ഈസ് ബാക്ക് അവാർഡ്. നമ്മൾ പറയാൻ പോകുന്ന രജനി, നമ്മൾ ഭാഷയിൽ കണ്ട രജനി. യെസ്, ഭാഷയിൽ കണ്ട രജനി തിരിച്ചു വന്നു. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നു, ഐ ഹാവ് ടു ആൻസർ ദാറ്റ്. യെസ്, ഹി ഈസ് ബാക്ക്. രജനി ഈസ് ബാക്ക്. ആക്ച്വലി നമ്മൾ പാരഞ്ജിത്തിൻ്റെ പടം, അങ്ങനെയുള്ള കുറേ 2-3 പടം, കാല, കബാലിയൊക്കെ നമുക്ക് മിസ് ചെയ്തൊരു കാര്യമുണ്ട്. രജനിയുടെ സ്റ്റൈൽ. രജനിയുടെ സ്റ്റൈലല്ല, രജനിയുടെ എന്താ പറയുക, നമ്മൾ രജനിയുടെ ആ ഒരു ലൈക്ക് രജനീസം ഇല്ലേ, അത് മിസ് ചെയ്തു. ഹി ഈസ് ബാക്ക് വിത്ത് ബാങ്. ആക്ച്വലി ഡയറക്ടറെ കുറിച്ച് സംസാരിക്കുകയാണ്. കാർത്തിക് സുബരാജ്. നാളെ ഏർക്കുണരുന്ന പരിപാടിയിൽ നിന്ന് തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് വിത്ത് ദ മൂവി പിജ്ജ. നൗ ഇപ്പോൾ പേട്ട എത്തിയിരിക്കുന്നു. പേട്ട, പിജ്ജ, ലൈക്ക് ആ ഒരു ജേർണി ഈസ് ട്രാവലിംഗ് ത്രൂ ജോണർസ്. ആക്ച്വലി പിജ്ജയിൽ ഹി എക്സ്പ്ലോർഡ് നമ്മുടെ ഹൊറർ ആ മൂവിയിലോട്ട്, ആ സ്റ്റൈൽ ഓഫ് മൂവിയിലോട്ട്, ആ ജോണറിലോട്ടാണ് പുള്ളി പോയത്. പിന്നെ അത് കഴിഞ്ഞ് ജിഗർദണ്ഡ. ഇറ്റ്സ് പക്ക ഗാങ്സ്റ്റർ മൂവി. ബട്ട് ഗാങ്സ്റ്റർ മൂവിയിൽ നിന്നും ഒരു വ്യത്യസ്തത പുള്ളി കാണിക്കാൻ ശ്രമിച്ചു. ആൻഡ് ഹി മെയ്ഡ് ഇറ്റ് പോസിബിൾ. ആൻഡ് ലേറ്റർ നമ്മൾ ഇരവി എന്ന പടം, ഹി ട്രാവൽ ത്രൂ ദ ഡ്രാമ ഓഫ് ദ മൂവി. ഡ്രാമ എങ്ങനെ ഒരു ലൈക്ക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ലൈക്ക് ഒരു ഫീമെയിൽ സെൻട്രിസിസം, അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോയി. പിന്നെ വന്നത് ലേറ്റസ്റ്റ് ലൈക്ക് പേട്ട ഇറങ്ങുന്നതിന് മുമ്പ് വന്നത് സൈലന്റ് മൂവി. ഇറ്റ്സ് കോൾഡ് മെർക്കുറി. മെർക്കുറി എന്ന് പറയുമ്പോൾ ഹി എക്സ്പെരിമെൻറ്റഡ് ദ ജോണർ ഓഫ് സൈലന്റ് മൂവി. സൈലന്റ് മൂവി എങ്ങനെ ഹി യൂട്ടിലൈസ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. ലൈക്ക് എങ്ങനെ സൈലന്റ് മൂവി ലൈക്ക് വിഷ്വലി എങ്ങനെ നമുക്ക് പടം കൺവേ ചെയ്യാം, വിഷ്വലി എങ്ങനെ സ്റ്റോറി കൺവേ ചെയ്യാം എന്നതിൻ്റെ ബിഗ് എക്സാമ്പിൾ ഇൻ ദിസ് പ്രസൻറ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ കാർത്തിക് സുബ്രാജിൻ്റെ മെർക്കുറി തന്നെയാണ് വലിയ എക്സാമ്പിൾ. മെർക്കുറി എന്ന എക്സ്പെരിമെൻ്റ് മൂവിയിൽ നിന്ന് പുള്ളി പോയത് ഹി വെൻ ടു ലൈക്ക് ഒരു സൂപ്പർ സ്റ്റാർ, എങ്ങനെ സൂപ്പർ സ്റ്റാറിനെ ഉപയോഗിക്കാം, ഹൗ ടു യൂട്ടിലൈസ് ഹിം. ബേസിക്കലി രജനിഫൈഡ്. പടം മുഴുവൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇറ്റ് വാസ് ലൈക്ക് രജനിഫൈഡ്, രജനി ഷോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ലൈക്ക് കഥയുടെ നമ്മുടെ സാധാരണ കഥകളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പീരീഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ പീരീഡ് ഒക്കെ ഒരുവിധം നമ്മൾ വളരെ നീട്ടി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഹി മെയ്ഡ് ഇറ്റ് ഫാസ്റ്റ് ആൻഡ് ക്വിക്ക്. കണ്ടുമടുത്ത കഥകളൊക്കെ തന്നെയാണ്. കഥകളിൽ വലിയ വ്യത്യസ്തത അല്ല, ലൈക്ക് അതിലൊരു എക്സ്പെരിമെൻ്റ് ഒന്നുമില്ല. ബട്ട് ദിസ് മൂവി ഈസ് ടോട്ടലി രജനി മൂവി. രജനി ഷോ ആണ് ഈ മൂവി. സോ സൂപ്പർ സ്റ്റാർ രജനികാന്ത് നിൽക്കുമ്പോൾ പിറകിൽ എത്ര പേരുണ്ട്, ആരും നമ്മൾ നോക്കത്ത് പോലുമില്ല. പക്ഷേ ഹി യൂട്ടിലൈസ്ഡ് ഇട്ട്. സ്റ്റാർസിനെല്ലാം യൂട്ടിലൈസ്, ഫ്രം തൃഷ, സിമ്രൻ, പിന്നെ പുള്ളിയുടെ തന്നെ ഫേവറേറ്റ്സ് ആയ ബോബി സിംഹ, ജിഗർദണ്ഡയിൽ ബോബി സിംഹ, പിന്നെ വിജയ് സേതുപതി. ഈ ടീം പുള്ളി ഹി മെയിൻറ്റെയിൻ ദാറ്റ് സെയിം ടീം. ജിഗർദണ്ഡയിലുണ്ട് മെയിൻ, അതായത് ആ ജിഗർദണ്ഡയിൽ ഗുണ്ടകളായിട്ടുള്ളവർ എല്ലാവരും ഈ പടത്തിലുണ്ട്. അതുകൂടാതെ ശശികുമാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മലയാളത്തിൽ സ്വന്തം മണികണ്ഠൻ ചേട്ടനും ഈ പടത്തിലുണ്ട്. മണികണ്ഠൻ ചേട്ടനൊക്കെ ഫ്രെയിം കാണുന്നത് ഇറ്റ് വാസ് ലൈക്ക് നമുക്ക് കോരിത്തരിപ്പായിരുന്നു. ലൈക്ക് വി ഫെൽറ്റ് പ്രൗഡ് ടു ബി ഇൻ കേരളൈറ്റ്. ആൻഡ് മണികണ്ഠൻ ചേട്ടൻ്റെ നാട്ടിൽ നിന്നാണ് നമുക്ക് പറയാൻ തോന്നി. ദാറ്റ്സ് എ ബിഗ് തിങ് ഫോർ അസ്. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് പ്രധാന വില്ലൻ ആരാണെന്ന്. നവാസുദ്ദീൻ സിദ്ദിഖി. ഹിന്ദിയിൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ആക്ടറാണ് നവാസുദ്ദീൻ സിദ്ദിഖി. തമിഴിൽ വന്ന് ഇത്രയും മനോഹരമായ ഒരു ക്യാരക്ടർ ചെയ്യാൻ, അത് ആ അറിയാത്തൊരു ലാംഗ്വേജ് തന്നെ പുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറായതിന് ബിഗ് ഹാറ്റ്സ് ഓഫ് ടു നവാസുദ്ദീൻ സിദ്ദിഖി. ഐ തിങ്ക് ഞാൻ കണ്ടെടുത്തോളം ആ പടത്തിൽ നവാസുദ്ദീൻ സിദ്ദിഖിൻ്റെ ഐ തിങ്ക് ആ സൗണ്ട് മാത്രമാണ് മാച്ച് ചെയ്തത്. ബട്ട് ഹി പെർഫോംഡ്. അവന് കാർത്തിക് സുബ്രാജ് ഹി ഗേവ് എ സ്പേസ് ഫോർ നവാസുദ്ദീൻ സിദ്ദിഖി ടു പെർഫോം ആൻഡ് ഹി പെർഫോംഡ് വെൽ. എടുത്തു പറയേണ്ട പെർഫോമൻസ് വിജയ് സേതുപതിയുടെയാണ്. വിജയ് സേതുപതിയും രജനികാന്തിൻ്റെ കോമ്പിനേഷൻ. വിജയ് സേതുപതിയിൽ നിന്ന് നമ്മൾ കുറേ അങ്ങ് പ്രതീക്ഷിക്കണം. ബട്ട് ബിക്കോസ് രജനികാന്താണ് ഇപ്പുറത്തെ സൈഡ് ലെവൽ, ഹി പെർഫോമൻസ് ഇൻ അതർ ലെവൽ. അപ്പോൾ രജനികാന്തും വിജയ് സേതുപതിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു സദ്യ പോലെയായിരുന്നു. നമുക്ക് സെക്കൻഡ് ഹാഫ് ഒരു സെക്കൻഡ് പോലും നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പറയുന്ന ഒരു ബൊണാൻസ എന്ന് പറയാം രണ്ടുപേരുള്ള കോമ്പിനേഷൻ. അതിനിടയിൽ നവാസുദ്ദീൻ സിദ്ദിഖി എന്ന സൂപ്പർ വില്ലനും. നമുക്കിനി അടുത്ത മ്യൂസിക് സെക്ഷനിലോട്ട് കിടക്കാം. അനിരുദ്ധിൻ്റെ മ്യൂസിക് നമ്മൾ കുറച്ച് കാലമായിട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബെസ്റ്റ്. ഹി ഗേവ് ഇറ്റ് ടു അസ് ഇൻ പേട്ട. ആക്ച്വലി അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മാസും ക്ലാസ്സും ഒക്കെ ഒന്നിച്ചുള്ള ഒരു നമ്മളെ സൂപ്പർ സ്റ്റാറിന് പറ്റിയ മ്യൂസിക്കായിരുന്നു ലൈക്ക് അനിരുദ്ധിൻ്റെ കയ്യിൽ നിന്ന് വന്ന്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന തിരുവിടെ ക്യാമറ വർക്ക്, അതിമനോഹരമായ ഫ്രെയിംസ്. ചില സ്ഥലങ്ങളിൽ ലൈക്ക് ഒരു ഫ്രെയിമൊക്കെ കാണുമ്പോൾ വി വിൽ തിങ്ക് എത്ര സെക്കൻഡ്സ്, എത്ര മിനിറ്റ്സ്, എത്ര ഹവേഴ്സ് എടുത്ത് കാണും ഈ പടം ഈ ഒരു ഫ്രെയിം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. തിരു തന്നെ ഗുഡ് വർക്ക് ആൻഡ് ഹീസ് എ ഗ്രേറ്റ് സിനിമാറ്റോഗ്രാഫർ. അത് തെളിയിച്ചിരിക്കുകയാണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ഇറ്റ് ബാലൻസ്ഡ് ആൻഡ് വിഷ്വൽ ട്രീറ്റ് തന്നെ നമുക്ക് തന്നു. അപ്പോൾ ഈ പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്, ഞങ്ങളുടെ ടീമിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 3.5. ക്ലാസിനെയും മാസിനെയും ഈക്വലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടമാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ് ദിസ് മൂവി ഇൻ തിയേറ്റർ. ആൻഡ് സൈനിങ് ഓഫ് പേട്ട പരാഗ്.